ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ളൊരു കുഞ്ഞു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 4 വറ്റൽമുളക് കൂടെ ചേർക്കാം. വറ്റൽമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 2 തെക്കോലം, ഇതാ കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കാം. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളകാണ്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകവും. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് 4 കശുവണ്ടിയും 4 ബദാമുമാണ് കേട്ടോ. ബദാം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബദാം ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് കൂടുതലായിട്ട് കശുവണ്ടി ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ 3-4 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇതൊക്കെ കണ്ടോ, ഇപ്പം നമുക്കിത് നല്ലപോലെ റോസ്റ്റാക്കി ഇട്ടിട്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മീഡിയം വലുപ്പമുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുഞ്ഞു പാത്രമല്ലേ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കണേ. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്പൈസസ് അല്ലേ, അതാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിതാ നമ്മുടെ ഈ ഒരു മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാളയില്ലേ, അതാണ്. ഇതും നമുക്കിനി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതും നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് 1 കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാലയില്ലേ, അതാണ് ചേർക്കണത്. കൂടെ തന്നെ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാളയുടെ പൊടിയില്ലേ, അതും കൂടെ ചേർക്കാം. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 വലിയ തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതേ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇതാകുമ്പോൾ എരിവും കുറവായിരിക്കും, അതുപോലെ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇതിന് പകരം സാധാ മുളക് പൊടി ചേർത്തിയാലും മതി. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുതേ. തൈര് ഈ ഒരളവിൽ തന്നെ ചേർക്കണം എന്നില്ല, കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയാണ്. നമ്മൾ നേരത്തെ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അന്നേരം ബാക്കിയുണ്ടായിരുന്ന എണ്ണയിൽ നിന്നും 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തില്ലല്ലോ എന്ന്. മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കണത്. ഈ മസാലയൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണേ. അപ്പോഴേക്കും ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. 5-6 മണിക്കൂറൊക്കെ ഇത് മാറ്റി വെച്ചാലും നല്ലത് തന്നെയാണ്. സമയമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെച്ചോളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ, ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
നമ്മളിത് 5-6 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചിക്കനിലുള്ള നെയ്യും അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് തുടങ്ങും. ഇതാ കണ്ടോ ഇതുപോലെ. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ നമുക്ക് കുറച്ച് കൂടുതൽ ചാറായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറന്നു പോവല്ലേ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ട്. എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 20 മിനിറ്റാണ് സമയമെടുത്തത്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം വരാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതാ കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്, ഉണങ്ങിയ ഉലുവയില. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതാ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് സ്മോക്കി ഫ്ലേവറിലാണ്. അതിനായിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് കണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നില്ല, ഇതിന് പകരം അലുമിനിയം പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കത്തിച്ചെടുത്തിട്ടുള്ള ചാർക്കോൾ കരിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തീയൊക്കെ എടുത്തിയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ നെയ്ക്ക് പകരം ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് 1 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടിയിട്ടുണ്ടാവും. സ്മോക്കി ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചോളൂ കേട്ടോ. ഇനി പാത്രം നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി. ചിക്കനൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കാറുള്ളതല്ലേ. നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ ആ ഒരു രുചിയല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക. നമ്മൾ ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ച മസാല കൊണ്ട് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കണതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി വെക്കുക. ഇനി ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്